ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിഫൈൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന സ്റ്റെപ്പ് വരുന്നത് ജനറൽ ലെഡ്ജർ മൊഡ്യൂളിൻ്റെ അണ്ടറിലാണ്. നമ്മൾ ഓൾറെഡി എൻ്റർപ്രൈസ് സ്ട്രക്ചറും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിങ്ങും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് ജനറൽ ലെഡ്ജറിലെ ഡിഫൈൻ ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ്. ദി ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഇൻ SAP ഈസ് എ സ്ട്രക്ചേർഡ് ലിസ്റ്റ് ഓഫ് General ledger accounts used by one or more company codes. It serves as the foundation for both the financial and management reporting, forming a core part of SAP's finance general ledger component. അപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു കമ്പനി കോഡിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ജനറൽ ലെഡ്ജറിൻ്റെ ലിസ്റ്റാണ്. അതായത് ലെഡ്ജറിൻ്റെ ലിസ്റ്റിനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ആ ചാർട്ട് അക്കൗണ്ട്സിൻ്റെ ചാർട്ടിനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉണ്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള അക്കൗണ്ട്സിനെ നമ്മൾ അതിൻ്റെ നേച്ചറിനനുസരിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ഒരുപാട് ലെഡ്ജേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസ് വരുന്നത് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയാണ്. നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ലെഡ്ജറിലാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഗ്രൂപ്പൊക്കെ വരുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ടിൻ്റെ അണ്ടറിലായിരിക്കും. അപ്പോൾ ഇത് SAP ഫൈനാൻസിലെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ചാർട്ട് ഓഫ് അക്കൗണ്ട് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട്, 2 ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്, 3 കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ട്. അതിനകത്തിലെ ആദ്യത്തേത് ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ്. ദി ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട് കണ്ടെയ്ൻസ് ദി GL അക്കൗണ്ട്സ് ദാറ്റ് യൂസ് ഫോർ ഡെയിലി പോസ്റ്റിംഗ് ഇൻ യുവർ കമ്പനി കോഡ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ബോത്ത് യൂസ് ദിസ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. യു നീഡ് ടു അസൈൻ ആൻ ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ടു കമ്പനി കോഡ്. ഈ ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ പോസ്റ്റിങ്സിൻ്റെയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജനറൽ ചാർട്ട് ഓഫ് അക്കൗണ്ടാണ്. ഇത് നമുക്ക് ഫൈനാൻസിനും കൺട്രോളിങ് ഒരേപോലെ യൂസ് ചെയ്യാം. ഡേ ടു ഡേ ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്യാനും മറ്റ് ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പ്രൈമറി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ്. ദ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കണ്ടെയ്ൻസ് ദ GL അക്കൗണ്ട് ദാറ്റ് ആർ യൂസ്ഡ് ബൈ ദി എൻറ്റയർ കോർപ്പറേറ്റ് ഗ്രൂപ്പ്. ദിസ് എനേബിൾസ് ഗ്രൂപ്പ് റിപ്പോർട്ടിംഗ്. അസൈനിങ് എ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ടു ആൻ ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ഈസ് ഓപ്ഷണൽ. അപ്പോൾ ഈ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പം നമ്മുടെ ഒരു പാരൻറ്റ് കമ്പനിയുടെ അണ്ടറിൽ 2 കമ്പനി കോഡ് ഉണ്ടെങ്കിൽ ഈ 2 കമ്പനി കോഡിനെ കൂടെ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാക്കി കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിൻ്റെ അണ്ടറിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കൺസോൾട്ടേഷൻ റിപ്പോർട്ടിംഗ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഗ്രൂപ്പ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ റിപ്പോർട്ടിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് യൂസ് ചെയ്യാം. അടുത്ത കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ടാണ്. അതിൽ തന്നെ ഉണ്ട് ഒരു കൺട്രി സ്പെസിഫിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണെന്ന്. എ കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കണ്ടെയ്ൻ ദ GL അക്കൗണ്ട്സ് നീഡഡ് ടു മീറ്റ് എ സ്പെസിഫിക് കൺട്രീസ് ലീഗൽ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്. സം കൺട്രീസ് ഹാവ് ലീഗൽ റിക്വയർമെൻറ്റ്സ് ടു പ്രിപ്പയർ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് യൂസിംഗ് സ്പെസിഫിക് അക്കൗണ്ട്സ്. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് യൂസിംഗ് കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇൻ SAP. ഇപ്പോൾ ഒരു കൺട്രി എടുത്തു കഴിഞ്ഞാൽ ആ കൺട്രിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസ് ഫോളോ ചെയ്യുന്ന രീതികൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അവിടെ യൂസ് ചെയ്യുന്ന കറൻസി വ്യത്യസ്തമായിരിക്കാം, ടാക്സ് ലോ വ്യത്യസ്തമായിരിക്കാം, അവിടുത്തെ കമ്പനീസ് ആക്ട് പോലുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. അങ്ങനെ പല നിയമങ്ങളും പല കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ പോസ്റ്റിങ്സ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പിക്ചറിലെ ലെഫ്റ്റ് സൈഡിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ കമ്പനി കോഡ് 1 എന്ന് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ കമ്പനി കോഡ് 1 ഫോളോ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട് COA1 ആണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കമ്പനി കോഡ് 2 ഫോളോ ചെയ്യുന്നത് COA2 എന്ന് പറയുന്ന ഓപ്പറേഷണൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ്. ഇപ്പം കമ്പനി കോഡ് 1ഉം കമ്പനി കോഡ് 2ഉം സെപ്പറേറ്റ് ആയിട്ട് ഓപ്പറേഷണൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ്, അതിനൊരു ഗ്രൂപ്പ് റിപ്പോർട്ടിംഗ് വേണം അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ റിപ്പോർട്ടിംഗ് വേണം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ 2 കമ്പനി കോഡിനെയും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്, ഓപ്പറേഷണൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്, എന്താണ് കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നൊരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ സെൻട്രലായിട്ട് വരുന്ന ഓപ്പറേഷണൽ ചാർട്ട് ഓഫ് അക്കൗണ്ടാണ്. ഡേ ടു ഡേ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഓപ്പറേഷണൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനി കോഡ്സ് ഒക്കെ നമ്മൾ ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ആയിരിക്കും നോർമലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് നോക്കുകയെങ്കിൽ അതിനകത്തിൽ കുറച്ച് മെയിൻ അക്കൗണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻകം ഫ്രം ഓപ്പറേഷൻസ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, ഇൻകം ഫ്രം ബാങ്ക് ഇൻട്രസ്റ്റ്. ഓപ്പറേഷണൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻകം ഫ്രം ലാപ്ടോപ്പ് സെയിൽ, ഇൻകം ഫ്രം സോഫ്റ്റ്വെയർ സെയിൽസ്. അപ്പോൾ ഇതിനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇൻകം ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്ന
അക്കൗണ്ട് ഹെഡിലേക്ക് പോകുന്നുണ്ട്. അത് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിനും കൺസോൾട്ടേറ്റ് ചെയ്ത് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ടിനും ആ സെയിം റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെ അണ്ടറിലും വരുന്നുണ്ട് ഇൻകം ഫ്രം സെയിൽ ഓഫ് അസറ്റ്. അതായത് ഫിക്സഡ് അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ അതൊരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്, പ്രൈമറി ഇൻകം അല്ല. പ്രൈമറി ഇൻകം എന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിൻ സെയിൽസ് ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ സെയിലാണ്. നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്നത് സെയിൽസ് പർപ്പസിന് വേണ്ടിയല്ല, യൂസ് ചെയ്യാനായിട്ടാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സർട്ടൺ ടൈമിൽ അതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഡാമേജ് ആവുന്നതിന് മുമ്പ് തന്നെ, പെർമനൻ്റ്ലി ഡാമേജ് ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് കൊടുത്ത് കാശ് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്ത് ചെയ്യും, അതിനെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവേണ്ടി വരും. പിന്നെ ഇൻകം ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട്. ഇപ്പോൾ കമ്പനിയുടെ മെയിനായിട്ടുള്ള ഓപ്പറേഷൻസ് അല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെയുള്ള ട്രേഡിംഗ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെ അണ്ടറിലായിരിക്കും അവർ അതിനെ അസൈൻ ചെയ്യുന്നത്. ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിനകത്ത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെ അണ്ടറിലേക്ക് ആ ഒരു ഇൻകം ഫ്രം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് വന്ന ഡീറ്റെയിൽസും ആഡ് ചെയ്യും. അതിന് സെപ്പറേറ്റ് ആയിട്ട് കൺട്രി സ്പെസിഫിക്കിനകത്ത് ഇൻകം ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോഡ് തന്നെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇൻകം ഫ്രം ബാങ്ക് ഇൻട്രസ്റ്റ്, അത് ഇൻകം ഫ്രം ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലോട്ട് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിലും കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഇത് ഓരോ കമ്പനി കോഡിൻ്റെ നേച്ചറിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിനകത്ത് വരും. ഒരു എക്സാമ്പിളായിട്ട് ഇത് കൂട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് എങ്ങനെ ഈ സ്റ്റെപ്പ് SAP സിസ്റ്റത്തിൽ ചെയ്യുന്നത് നോക്കാം. ഡിഫൈൻ ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള T കോഡ് വരുന്നത് OB13 ആണ്. അപ്പോൾ അതിൻ്റെ സീക്വൻസ് വരുന്നത് SPRO, SAP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡാറ്റ, GL അക്കൗണ്ട്, പ്രിപ്പറേഷൻസ്, എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട്, ലിസ്റ്റ്. ഓക്കെ, നമ്മളിപ്പോൾ SAP ഈസി ആക്സസ് സ്ക്രീനിലാണ്. ഇവിടെ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് OB13 ടൈപ്പ് ചെയ്യാം, എന്നിട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, നമുക്ക് സീക്വൻസ് വഴി എങ്ങനെ പോകുന്നതെന്നോടെ നോക്കാം. SPRO എന്ന് ടൈപ്പ് ചെയ്യാം കമാൻഡ് ബോക്സിൽ. SAP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡാറ്റ, GL അക്കൗണ്ട്, പ്രിപ്പറേഷൻസ്, ദെൻ എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട്, ലിസ്റ്റ്. ഇവിടെ നമുക്ക് ന്യൂ എൻട്രീസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ടിൻ്റെ ബോക്സിൽ നമുക്കൊരു 4 ഡിജിറ്റ് കോഡ് കൊടുക്കാം. ഞാനിവിടെ TM77 എന്ന് കൊടുക്കുകയാണ്. ഒരു ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ താഴെ കൊടുക്കാം. ഞാനിവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഫോർ TM77 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ഓപ്പറേഷണൽ ചാർട്ട് ഓഫ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടോ കൺട്രി സ്പെസിഫിക്കും ഇതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ലാംഗ്വേജ് ഞാൻ ഇംഗ്ലീഷ് കൊടുക്കുകയാണ്. ലെങ്ത് ഓഫ് GL അക്കൗണ്ട് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ GL മാസ്റ്റർ കോഡ് FS00 ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് അപ് ടു എത്ര ഡിജിറ്റ് വരെ ആകാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ലെഡ്ജർ ശ്രദ്ധിക്കുമെങ്കിൽ അറിയാം 3000 എന്ന് പറയുമ്പം 4 ഡിജിറ്റേ ഉള്ളൂ. പക്ഷേ 2 ഡിജിറ്റൂടെ സിസ്റ്റം പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിസ്റ്റം അതിനെ 6 ഡിജിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് അപ് ടു 6 ഡിജിറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ലെങ്ത് ഓഫ് GL അക്കൗണ്ട് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 6 തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് 8 10 എത്ര ഡിജിറ്റ് വേണമെങ്കിലും കൊടുക്കാം. അത്രയും ലെങ്തിൽ നിങ്ങൾക്ക് GL അക്കൗണ്ട് മാസ്റ്റർ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് കൺസോൾട്ടേഷനാണ്, ഗ്രൂപ്പ് ഓഫ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്പറേഷണൽ ചാർട്ട് ഓഫ് അക്കൗണ്ടിനെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട്, ഒരു ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്ത് ആ ഒരു ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പറേഷണൽ അക്കൗണ്ടിനെ നിങ്ങൾക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഒരു പാരൻറ്റ് കമ്പനിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ്സിഡറീസിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ കൺസോൾട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിടാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നില്ല, സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു പുതിയൊരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവാണ്. ക്രിയേറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. SAP FI ജനറൽ ലെഡ്ജർ TM77. ഓക്കെ, എൻ്റെ കമ്പനി കോഡാണ് TM77. ദെൻ സേവ് ചെയ്യുക. ഓക്കെ, ആ റിക്വസ്റ്റ് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, 2-3 കമ്പനി കോഡ് ഉണ്ടെങ്കിൽ അതിനെല്ലാം വേണമെങ്കിൽ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് വേണമെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്.
അപ്പോൾ ഞാനിപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കമ്പനി കോഡോട്ട് കണക്ട് ചെയ്യാം. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ടിനെ കമ്പനി കോഡോട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ നേച്ചറിനനുസരിച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അക്കൗണ്ട് ഗ്രൂപ്പ് കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ട് ഓഫ് അക്കൗണ്ടിനെ കമ്പനി കോഡോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം കമ്പനി കോഡും ചാർട്ട് ഓഫ് അക്കൗണ്ടും തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.